സ്ത്രീകളിൽ ഓവേറിയൻ സിസ്റ്റ് മൂലമുണ്ടാകുന്ന വേദനയും അസ്വസ്ഥതയും ശമിപ്പിക്കാനും പെൽവിക് ഭാഗത്തെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ക്രമരഹിതമായ ആർത്തവത്തെ പ്രതിരോധിച്ച് അങ്ങനെ സിസ്റ്റ് ഉണ്ടാവുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതിനും പ്രകൃതിദത്തമായ ഔഷധങ്ങൾ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ഓവേറിയൻ സിസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന നാച്ചുറൽ റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. സ്ത്രീകളിൽ പ്രത്യുൽപാദന വ്യവസ്ഥകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്തതും കാര്യമാക്കാത്തതുമായ അവസ്ഥകളിലൊന്നാണ് അണ്ഡാശയ മുഴകൾ അഥവാ ഓവേറിയൻ സിസ്റ്റ്. ഇത് സാധാരണമാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ രോഗലക്ഷണങ്ങളില്ലാതെയും ഇരിക്കാം. അതിനാൽ ഇത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും കാലതാമസമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണുള്ളത്. അണ്ഡാശയങ്ങൾക്കുള്ളിൽ രൂപപ്പെടുന്ന ദ്രാവകം നിറഞ്ഞ മുഴകളാണ് ഓവേറിയൻ സിസ്റ്റ് അഥവാ അണ്ഡാശയ മുഴ എന്ന് പറയുന്നത്. പല സ്ത്രീകൾക്കും ഈ മുഴകൾ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. രണ്ട് തരത്തിലാണ് ഈ മുഴകളെ തരംതിരിക്കുന്നത്. ഒന്ന് ഫോളിക്കിൾ സിസ്റ്റും, രണ്ട് കോർപ്പറസ് സിസ്റ്റും. ഇന്ത്യയിലെ 20 മുതൽ 25% സ്ത്രീകളിൽ അണ്ഡാശയ സിസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഹോർമോൺ അസന്തുലിതാവസ്ഥ, ഗർഭധാരണം, എൻഡോമെട്രിയോസിസ്, കഠിനമായ പെൽവിക് അണുബാധ എന്നിവ മൂലമെല്ലാം ഈ രോഗമുണ്ടാകാം. ഒവേറിയൻ സിസ്റ്റ് മൂലമുണ്ടാകുന്ന വേദനയും അസ്വസ്ഥതയും ശമിപ്പിക്കാനും പെൽവിക് ഭാഗത്തെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ക്രമരഹിതമായ ആർത്തവത്തെ പ്രതിരോധിച്ച് അങ്ങനെ സിസ്റ്റ് ഉണ്ടാകുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതിന് പ്രകൃതിദത്തമായ ഈയൊരു റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈയൊരു റെമഡി തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 കഷ്ണം സിലോൺ സിനമൺ ഇട്ട് കൊടുക്കുക. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് ഓവേറിയൻ സിസ്റ്റ് വരുന്നത്. ഓവേറിയൻ സിസ്റ്റുള്ള സ്ത്രീകളിൽ സാധാരണയായി വണ്ണമുണ്ടാകും. അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാകും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹോർമോണൽ ബാലൻസ് റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്ന നല്ലൊരു ഔഷധമാണ് സിനമൺ അഥവാ കറുവപ്പട്ട. ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് സിസ്റ്റ് വരുന്നത് തടയാൻ സഹായിക്കും. വെയ്റ്റ് മാനേജ്മെൻറ്റിനും സഹായിക്കും. കൂടാതെ മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുക്കുക. ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധമാണ് ഇഞ്ചി. ഇത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കും. ഓവേറിയൻ സിസ്റ്റ് ഉള്ളവരിൽ മെൻസ്ട്രൽ ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും പീരീഡ്സ് കൃത്യമാക്കാനുമൊക്കെ വളരെ നല്ലതാണ് ഇഞ്ചി. കൂടാതെ ലിവറിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു ഔഷധം കൂടിയാണ് ഇഞ്ചി. ഈ വെള്ളത്തിലേക്ക് നമ്മൾ 2 ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായി തിളപ്പിക്കുക. 1-2 മിനിറ്റ് നന്നായി തിളപ്പിക്കണം. ഈ ഇൻഗ്രീഡിയൻസിലെ സകല ഔഷധ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അതുവരെ നന്നായി തിളപ്പിക്കുക. വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അല്പനേരം ചൂടാറാനായി വയ്ക്കുക. അടച്ച് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ നോക്കൂ, ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ സകല ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. ഈ വെള്ളം നിങ്ങൾക്ക് ഒരു ദിവസം 2 പ്രാവശ്യമാണ് കുടിക്കേണ്ടത്. ഒന്ന് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കണം. രണ്ടാമത് കിടക്കുന്നതിന് അരമണിക്കൂർ മുൻപായി കുടിക്കുക. ഹോർമോണൽ ബാലൻസ് ശരിയാക്കാൻ വേണ്ടി ഇതിനോടൊപ്പം നല്ലൊരു ഡയറ്റ് പ്ലാൻ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. PCOS, PCOD, ഹോർമോണൽ ഇംബാലൻസ്, ഇറഗുലർ പീരീഡ്, ഒവേറിയൻ സിസ്റ്റ് എന്നിവയ്ക്കൊക്കെ നല്ലൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി തരുന്നതായിരിക്കും. ഇത്തരം അസുഖങ്ങളുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഹൈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്